ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും എക്സാംസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. നമ്മുടെ എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓഗസ്റ്റ് വരെ കലണ്ടർ വന്നിട്ടുണ്ട്. അതുവരെ നമുക്കിതിൻ്റെ ഒന്നും എക്സാം ഡേറ്റ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഉടനെ ഈ ഒരു 4 മാസം, ഓഗസ്റ്റ് കഴിഞ്ഞ ഒരു 4 മാസം നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സും ഡെമോൺസ്ട്രേറ്റർ, അപ്പോൾ ഈ എക്സാംസിൻ്റെ ഒക്കെ ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം ഓൾറെഡി ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് അപ്പോൾ ഇനി വരുന്ന കലണ്ടറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇനിയും സ്റ്റാർട്ടപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇലക്ട്രോണിക് സ്റ്റുഡൻസ് നമുക്ക് പുതിയൊരു ബാച്ച് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്കിതൊക്കെ ബാച്ചസ് ഒക്കെ റണ്ണിങ് ആണ്. 15-ാം തീയതി നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ആവാം. സോ നമ്മൾ അതിൻ്റെ ബേസ് നമ്മുടെ ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. സിലബസ് അനുസരിച്ചുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആക്കും. വീഡിയോ ക്ലാസ്, PDF നോട്ട്സും ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെയാണ് വരുന്നത്. നമുക്കിതൊക്കെ ഒരു നമ്മുടെ ഒരു ഡിപ്ലോമ ലെവലിലെ എക്സാംസ് ആണ്. സോ നമുക്കൊരു കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിവിധ എക്സാംസുകൾ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ഈസ് ടു ബി ആഡഡ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ടു ഗെറ്റ് എൻ N ടൈപ്പ് സെമി കണ്ടക്ടർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും, ഏത് ഇമ്പ്യൂരിറ്റിയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. അല്ല, വിവിധ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നടന്ന 2021 എക്സാംസിന് വരെ ഇത് ചോദിച്ചിട്ടുണ്ട്. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് നമുക്കറിയാം, ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമോണി. ഇപ്പോൾ ഇതെല്ലാം പഠിച്ചോണം, എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോണം. ഇത് നമ്മളൊരു പ്യുവർ സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നത്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇലക്ട്രോൺസ് എന്തായി മാറും? മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആണ് അല്ലേ? ആഫ്റ്റർ ആഡിങ് ദീസ് ഇമ്പ്യൂരിറ്റീസ്, ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. അപ്പോൾ ഏത് ഇമ്പ്യൂരിറ്റി ആയിരിക്കും നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടറിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ ആവാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഏതാണ്? പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി. രണ്ടാമത്തെ ദിവസം നോക്കൂ. ദ പ്രോസസ് ഓഫ് ആഡിങ് പെൻറ്റാവാലൻ്റ് ആൻഡ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ഈസ് കോൾഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഡോപ്പിംഗ്. അല്ലേ, എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡോപ്പിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫെർമി ലെവൽ ഇൻ എ P ടൈപ്പ് സെമി കണ്ടക്ടർ ലൈസ് ക്ലോസ് ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? ഫെർമി ലെവൽ ഏതായിരിക്കും? ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് അല്ലേ, ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ആണ്. P ടൈപ്പ് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ലൈ ചെയ്യുന്ന എവിടെയായിരിക്കും? ജസ്റ്റ് എബോവ് ദി വാലൻസ് ബാൻഡ് ആണ്. കണ്ടോ, എബോവ് ഫിഗർ നോക്കൂ, എബോവ് ദി വാലൻസ് ബാൻഡ് ആണ്. N ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ജസ്റ്റ് ബിലോ ദി ലോവസ്റ്റ് ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇതൊക്കെ നോക്കുക, പഠിക്കാം. നാലാം ദിവസം നോക്കൂ. സെമി കണ്ടക്ടേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻ ടേംസ് ഓഫ് എനർജി ബാൻഡ്, ദ വാലൻസ്ഡ് ബാൻഡ് ഈസ് ഡാഷ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഡാഷ്. അപ്പോൾ എനർജി ബാൻഡ് കേസിൽ വാലൻസ്ഡ് ബാൻഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിൽഡും കണ്ടക്ഷൻ ബാൻഡ് ഓൾമോസ്റ്റ് എംടി ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജെർമേനിയം, സിലിക്കൺ, കാർബൺ, സെലീൻ, ഇതൊക്കെ മെറ്റീരിയൽസ് എല്ലാം നൈദർ കണ്ടക്ടേഴ്സ് നോർ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ബിറ്റ്വീൻ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി ആ ഒരു കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിന് ആ ഒരു മിഡിലായിട്ട് വരും. ഈ വാലൻസ് ബാൻഡ് ഓഫ് ദി സബ്സ്റ്റൻസ് എല്ലാം ഓൾമോസ്റ്റ് ഫിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുമ്പോൾ എംടി ആയി നിൽക്കും ഇൻസുലേറ്റേഴ്സ് കേസിൽ. അതുപോലെ ഫോർവേഡ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വളരെ സ്മോൾ ആണ്, ഏകദേശം ഒരു 1 ഇലക്ട്രോൺ വോൾട്ട്. അതും ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ആൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ എന്തായിരിക്കും? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് ഇസ് മിഡ് വേ ബിറ്റ്വീൻ ദ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഫോർബിഡൻ ബാൻഡ് ഈസ് ലാർജസ്റ്റ് ഇൻ ഇൻസുലേറ്റർ. Which of the following material has largest number of free electrons? It is option C, conductors. Which of the following material is a semiconductor material? It is option D, silicon അല്ലേ. സിൽവർ, കോപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്. സെറാമിക് ആണ് നോൺ മെറ്റാലിക് ഇൻഓർഗാനിക് മെറ്റീരിയൽ. സിലിക്കൺ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. So the following can be used as a dopant to make N type semiconductor. It is option B, arsenic അല്ലേ. N type semiconductors എന്ന് പറയുമ്പോൾ ആറ്റംസ് ഓഫ് 5th ഗ്രൂപ്പ് such as arsenic, phosphorus, antimony ആണ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് ദെയർ ആർ ഈക്വൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ആയിരിക്കും. ഇൻട്രൻസിക് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആണ്. ഫോർവേഡ് എനർജി ഗ്യാപ്പ് ഓഫ് കാർബൺ ആൻഡ് ഡയമണ്ട് സ്ട്രക്ചർ ഇറ്റ് ഈസ് 7.0 ഇലക്ട്രോൺ വോൾട്ട്. ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. എനർജി ഗ്യാപ്പ് എന്ന് പറയുമ്പം 7.0 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇനി P ടൈപ്പ് സെമി കണ്ടക്ടർ ഹോൾസ് മെജോറിറ്റി ക്യാരിയേഴ്സ്, ഇലക്ട്രോൺസ് മൈനോറിറ്റി ക്യാരിയേഴ്സ്. അടുത്ത ദിവസം നോക്കൂ. 1 ആറ്റം ഓഫ് ജെർമേനിയം ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. ഇറ്റ് ഇസ് 4 വാലൻസ് ഇലക്ട്രോൺസ് അല്ല. ജെർമേനിയം എന്ന് പറയുമ്പോൾ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 32 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 2 8 18 4. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എത്ര വരും? 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്.
A semiconductor when placed at 0 degree Kelvin will act as 0 degree Kelvin will act as an insulator. Leakage current in the silicon semiconductor is in the order of leakage current nano ampere range nano ampere. Hole effect is used to measure എല്ലാം വരുന്നതിൻ്റെ measure of mobility, measure of magnetic flux density, measure of displacement, measure of power in electromagnetic waves, conductivity of semiconductor, resistivity of semiconductor, measure of carrier concentration. ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. So the following has the highest mobility electron അല്ലേ highest mobility. The temperature coefficient of electronic semiconductor is negative. Temperature coefficient intrinsic semiconductor negative. Forward energy gap for germanium it is 0.7 electron volt. When reverse biased, the width of depletion layer in a PN junction is reverse biased increases. The pair of acceptor impurities for semiconductor material is gallium and indium. Resistivity of pure germanium under normal operating condition is 60 ohm centimeter 60 ohm. The pair of donor impurities for semiconductor material is donor impurities arsenic antimony. An extrinsic semiconductor has either more holes or more free electrons. ഫിഗർ നോക്കൂ, സ്വിച്ച് ഓൺ പൊസിഷനിലാണെങ്കിൽ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും അല്ലേ, കാരണം ആനോ ടെർമിനൽ എങ്ങോട്ട് കണക്ട് ചെയ്യും, പോസിറ്റീവ് പ്ലേറ്റും കാനോ ടെർമിനൽ നെഗറ്റീവ് പ്ലേറ്റും ആണ്, ഫോർവേഡ് ബയസ്ഡ് ആണ്. സ്പ്യൂട്ടറിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ തിൻ ഫിലിം ഡിപ്പോസിഷൻ ആണ്. ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിലാണ്. ഈ തിൻ ഫിലിംസ് ഒക്കെ നമ്മുടെ വേരിയസ് മെറ്റീരിയൽസിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി, മെയിൻലി നമ്മുടെ ഇൻ്റഗ്രൽ സർക്യൂട്ടൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തിൻ ഫിലിംസ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്യൂട്ടറിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് തിൻ ഫിലിം ഡിപ്പോസിഷൻ. The range of band gap of semiconductor material used for the manufacture of a thin film solar cell should be 1 electron volt to 1.5 electron volt. Silicon decreases the electrical conductance of iron. Silicon decreases with silicon ഒരു സെമികണ്ടക്ടർ ആണ്. നമ്മൾ അതിനകത്ത് ഒരു അയൺ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അയൺ കുറയും. അയൺ എന്നൊരു മെറ്റാലിക് കണ്ടക്ടറാണ്, അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിക്കണിനെ കാട്ടി കൂടുതലാണ് അല്ലേ. അപ്പോൾ സിലിക്കൺ ഡിക്രീസസ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഓഫ് അയൺ. The gap between valence band and conduction band is known as forbidden energy gap അല്ലേ. forbidden energy gap ഓരോന്നും പഠിക്കുക, ഓരോന്നിനും എത്രയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ചോദിക്കാറ് ഇൻസുലേറ്റർ സെമി കണ്ടക്ടർ ഒക്കെ പഠിക്കുക, അതുപോലെ സിലിക്കൺ ജെർമേനിയം ഗാലിയം ആർസനൈഡ് വാല്യൂം പഠിക്കുക. If the number of valence electrons in an atom is 4, then the substance is said to be a semiconductor. The resistance of a semiconductor at a low temperature will be high. Conduction take place when an electron jumps from valence band to conduction band പോകുമ്പോഴാണ് conduction take place. Valence band to conduction band. A Hall effect is associated with the conductors. The maximum number of electrons in third orbit ആണ് എത്രയാണ് 18 അല്ലേ. തേർഡ് ആകുമ്പോൾ എന്തോരും 2 into 3 square 2n square അല്ല, maximum number of electrons 2n square. അപ്പോൾ തേർഡ് ഓർബിറ്റ് ആകുമ്പോൾ 2 into 3 square that is 18. Arsenic mixes with the dash to form a n-type semiconductor germanium. The coordination of atoms in a hexagonal closed pack structure is 12 ആണ്. hexagonal closed pack structureൽ ആറ്റംസിൻ്റെ കോർഡിനേഷൻ 12 ആണ്. HCP റെഫർ ചെയ്യുന്ന മെയിൻലി സ്പിയേഴ്സ്, ലെയേഴ്സ് ഓഫ് സ്പിയേഴ്സ് ആണ്. അത് നമ്മളൊരു സ്പിയേഴ്സ് ആയിട്ട് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യുകയാണ്. ഇതൊരു സ്ലിപ്പ് സിസ്റ്റമാണ്, മെയിൻലി ഒരു ക്ലോസ്ഡ് പാക്ക് സ്ട്രക്ചറാണ്. കാഡ്മിയം സിങ്ക് മാഗ്നീഷ്യം ഒക്കെ ഒരു 12 ആറ്റംസിൻ്റെ ഒരു കോർഡിനേഷൻ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 12 ആണ്. ബേസ് കറണ്ട് അതിൻ്റെ ഒരു 35 മൈക്രോ ആംബിയർ, ബീറ്റ കണ്ടിട്ടുണ്ട്. കളക്ടർ കറണ്ട് കണ്ടിരിക്കും ഫോർമുല അറിയില്ല, IC = I ബീറ്റ ഇൻറ്റു IB. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3.5 മില്ലി ആംബിയർ. Operating point represents zero signal values of IC and VCE. Transistor used in second generation and computing tech devices. BJT stands for bipolar junction transistor. In the junction transistor, the doping level of the collector region is higher on base region but lower than emitter region. In the common emitter configuration, the bipolar junction transistor, the output voltage is in phase with the input voltage. ഓരോ phase difference തന്നിട്ടുണ്ട്. The energy of a photon of light is proportional to F ആണ്. E = h nu. h Planck's constant, v nu എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ F ആണ് വരുന്നത്. The unit of mobility micro of charge carriers is ഓപ്ഷൻ B ആണ്, meter square volt second. meter square volt second. The material in which valence electrons are bonded very tightly to their parent atoms are called insulators. Principle of Hall effect is used in the construction of which one of the following? Gauss meter. Semiconductors are sensitive to option D, all of this: heat, light, magnetic field. In which one of the following ways the whole voltage across an impurity semiconductor crystal be increased? എങ്ങനെയായിരിക്കും? By increasing the current flowing through the crystal കണ്ടോ, by directly proportional ആയിട്ട് കിട്ടും.
When the pure semiconductor heat ചെയ്യുമ്പോൾ resistance എന്തായി മാറും? It goes down. The intrinsic semiconductor has which of the following capabilities at room temperature? Little current conduction ആണ്. Room temperature little current conduction. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.